ലേഖനം 4 അധ്യായം 17 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ പുതുക്കം 7 ഭാഗം. ലേഖനം 4:20 പറയുന്ന ക്രിസ്തുവിനെ പഠിക്കുക, ക്രിസ്തുവിനെ ശിഷ്യപ്പെടുക എന്നതിലൂടെ വിശ്വാസ സത്യങ്ങളും ക്രിസ്തീയ ജീവിത രീതിയും ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതിനാണ്. യേശുവിൻ്റെ പുനരുത്ഥാന ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നവർ വർദ്ധിച്ചു വന്നപ്പോൾ അവർക്ക് സ്നാനം നൽകുന്നതിന് മുൻപ് വിശ്വാസ സത്യങ്ങളും ക്രിസ്തീയ ജീവിത രീതിയും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പരിശോധനയ്ക്ക് വിധേയമായിട്ട് മാത്രമായിരുന്നു സ്നാനം നൽകിയിരുന്നത്. ലേഖനം 4:23 24 പറയുന്ന പരിശുദ്ധാത്മാവും പുതിയ മനുഷ്യനും എന്നതിൽ പുതിയ മനുഷ്യനായ ക്രിസ്തു നമ്മിൽ രൂപീകൃതമാകുന്ന പരിശുദ്ധാത്മ പ്രവർത്തനം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടുള്ളത് മനസ്സിൻ്റെ പുതുക്കമാണ്. രാഷ്ട്രീയമോ സാമൂഹ്യമോ സാമുദായികമായ പ്രവർത്തനങ്ങൾ മനസ്സിൻ്റെ പുതുക്കത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ലെങ്കിൽ അവ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആകുകയില്ല. സ്വാർത്ഥമോഹങ്ങളിൽ നിന്നും പരിശുദ്ധാത്മശക്തിയാൽ വിമുക്തരായ മനുഷ്യർക്ക് ക്രൈസ്തവ രീതിയിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാവും. ഈ പുതിയ മനുഷ്യൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ രൂപം നീതിയിലും വിശുദ്ധിയിലും സത്യസന്ധതയിലും ലോകത്തിൽ കരുപ്പിടിപ്പിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന കാര്യമാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജലത്താലും ആത്മാവിനാലും ക്രിസ്തുവിൽ പുതുതായി ജനിക്കപ്പെടുകയും ചെയ്ത പുതിയ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ രൂപം നമ്മിൽ കൂടി സമൂഹത്തിൽ പ്രദർശിപ്പിക്കുക എന്നത് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവസാദൃശ്യത്തിലേക്ക് വളരുക, യേശുവിനെ പോലെ ആയിത്തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ യോഗ്യതയാൽ സാധിക്കുകയില്ല. പരിശുദ്ധാത്മ പ്രവർത്തനത്തിലൂടെ ആ പുതിയ മനുഷ്യനിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഈ വേദഭാഗം നമുക്ക് വെളിച്ചം പകരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.